പ്രത്യേകിച്ചും പാലക്കാട് കാൻഡിഡേറ്റിനെ പറ്റി പിണറായി വിജയൻ ആദ്യത്തെ സർക്കാരിനെക്കാട്ടിലും മോശമാണ് രണ്ടാമത്തെ സർക്കാർ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള കാര്യം വസ്തുതയാണല്ലോ. പക്ഷേ അദ്ദേഹത്തിന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിനകത്തോട്ട് അമളി. കാരണം ഈ കൂട്ടത്തിൽ നിൽക്കണമെങ്കിൽ അവരുടെ പ്രഷർ വന്നപ്പോഴാണ് പുള്ളി മാറ്റം പറഞ്ഞാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ DC ബുക്സ് സ്വയമായി കയറി ഒരാളുടെ ബുക്ക് അങ്ങ് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഹിന്ദു എന്നൊരു മതമുണ്ടോ? ജ്യോതിഷത്തിലെ തട്ടിപ്പിനെതിരെ ഉള്ളെങ്കിൽ അതിനെപ്പറ്റി തുറന്നു പറഞ്ഞാൽ ആൾക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ പരിപാടി വളരെ ഈസി സഹായിക്കും. ഇതെങ്ങും പറയുന്നില്ല അയൽദോഷം ഉണ്ടാക്കുമ്പോൾ ഋഷി പ്രവചനം നടത്തുമ്പോൾ അപ്പം പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പ്രവചിക്കും. അപ്പം മരണം ഇത്ര വയസ്സിൽ സംഭവിക്കുന്നു എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അപ്പോൾ പ്രസവത്തിൽ ഈ പറഞ്ഞ കൃത്യതയില്ലായ്മ ജ്യോതിഷി എപ്പോഴും പരിഗണിക്കണം. ഒരു പാർട്ടിയും മൂല്യബോധത്തോടെ നിൽക്കുന്ന പാർട്ടിയല്ല. കാരണം മൂല്യം കണ്ടിട്ട് ഒരു പാർട്ടിയിൽ ചേരുകയല്ല ചെയ്യുന്നത്. അടുത്ത മുഖ്യമന്ത്രിയുടെ രമേശ് ചെന്നിത്തല വരുമെന്നാണ് പ്രഖ്യാപിക്കുന്നത്. എൻ്റെ വിശ്വാസം ജാതകവശാൽ പ്രഖ്യാപിക്കുകയാണ്. ജാതകവശാലും അതെ. പക്ഷേ ജാതകവശാൽ ഞാൻ സതീശിൻ്റെയോ വേണുഗോപാലിൻ്റെയോ ഒന്നും ജാതകം നോക്കിയിട്ടില്ല. അപ്പം എനിക്ക് അറിയുന്നതെന്ന് പറഞ്ഞാൽ രമേശ് എന്നുള്ള ജാതകം മാത്രം അറിയുന്നത്. അത് വളരെയധികം പ്രോമിസിംഗ് ആണ്. അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാകും എന്ന് ഞാൻ അടിവരയിട്ട് വിശ്വസിക്കുന്നു. ഓക്കെ. You are watching India's first NGO television, Malanad TV India. നമസ്കാരം. മുഖങ്ങളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇവിടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രധാനമായിട്ടും ജ്യോതിർഗമയ ഫൗണ്ടേഷൻ നിൽക്കുന്നത് സാമൂഹ്യ സാംസ്കാരിക ജ്യോതിഷ ജീവകാരുണ്യ രംഗത്താണ്. അപ്പം അവിടെയൊക്കെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച B. അജയകുമാർ ഇന്ന് ജ്യോതിഷ വിശാരദ നേടിയ ഒരു ആചാര്യനാണ്. അദ്ദേഹത്തിനോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹിക നിരീക്ഷകൻ, ജ്യോതിഷ വിശാരദ നേടിയ ജ്യോതിഷ നിരീക്ഷകൻ അടക്കമുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. കാലങ്ങൾക്ക് ശേഷം 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു അഭിമുഖത്തിലേക്ക് നമ്മൾ വീണ്ടും വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന് ശേഷമാണ് കേരളത്തിലേക്ക് ഒരു പറിച്ചുനടൽ ഉണ്ടായത്. അതിനുശേഷം സാമൂഹികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു. ജ്യോതിർഗമയ പറയുന്നത് പോലെ പ്രകാശം സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും ജ്യോതിഷത്തിലെ അന്ധവിശ്വാസത്തിനെതിരെ ഒരു തീർച്ചയായിട്ടും. അതെ, ജ്യോതിർഗമയ ഒരു പ്രോഗ്രാമായിരുന്നു, ഒരു പരമ്പരയായിരുന്നു. മലനാട് ടിവിയിലും ജയ്ഹിന്ദ് ടിവിയിലും ഒക്കെ സംപ്രേഷണം ചെയ്തു. നിരവധി ടെലിവിഷൻ ചാനൽ സപ്പോർട്ട് ചെയ്തു. എന്തായാലും അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തുറന്നു പറച്ചിൽ കണ്ടു അല്ലേ? തീർച്ചയായിട്ടും. ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞൊരു കുട്ടിയുടെ ജീവിതം ജ്യോതിഷത്തിലെ തട്ടിപ്പിനെതിരെ ഉള്ളെങ്കിൽ അതിനെപ്പറ്റി തുറന്നു പറഞ്ഞാൽ ആൾക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ പരിപാടി വളരെ ഈസി സഹായിക്കും. പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻ കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾ, പ്രത്യേകിച്ച് ചൊവ്വാദോഷം, അതുപോലെ ഈ തിരുവനന്തപുരം സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചില ദിവസങ്ങളിൽ ആൾക്കാർ പുറത്തോട്ട് പോലും ഇറങ്ങത്തില്ല. അത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ജ്യോതിഷത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത് അതിനെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയാണ് ജ്യോതിർഗമയ കൂടുതൽ ശബ്ദിച്ചത്. തീർച്ചയായിട്ടും. നമുക്കതിലേക്ക് തന്നെ വരാം. ഇപ്പം ജ്യോതിഷം എത്രത്തോളം സാധ്യതയാണ് മാനവരാശിക്ക് നൽകുന്നത്? ജ്യോതിഷം മാനവരാശിക്ക് വളരെയധികം സാധ്യതകൾ ഉള്ളത് എന്നല്ല, അത് സയൻസാണ്. പക്ഷേ ഈ സയൻസിനെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ശാസ്ത്രീയമായി ഇതിനെ മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. അതാണ് ജ്യോതിഷത്തിലുള്ള പ്രശ്നം. അപ്പോൾ ജ്യോതിഷത്തിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന നമ്മൾ പോകുന്ന ജ്യോതിഷന്മാരിൽ ഒരു 90-95% ആളുകൾക്കും ജ്യോതിഷത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അവരൊരു വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ പ്രചരിപ്പിക്കുന്നു. പക്ഷേ ജ്യോതിഷം ഒരു ഗ്രാജുവേഷൻ എങ്കിലും കഴിഞ്ഞ ആൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ സയൻസാണ്. അത് ഗ്രഹങ്ങളുടെ സയൻസാണ്. ഇപ്പം കലണ്ടർ ജ്യോതിഷത്തിൻ്റെ വലിയ സംഭാവനയാണ്. കലണ്ടർ ഉദയം അസ്തമയം അത് വ്യത്യസ്തമായ ഡിഗ്രികളെയൊക്കെ അതൊക്കെ ശാസ്ത്രീയമായി പറഞ്ഞത് അതൊക്കെയുള്ള സംഭവമാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലേ? കലണ്ടർ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമായിരുന്നു? അപ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ വ്യത്യസ്തമായി അപ്പോൾ ഈ സയൻസിനെ മനസ്സിലാക്കണമെങ്കിൽ ആസ്ട്രോണമിയുടെ ബേസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ആസ്ട്രോളജി ജ്യോതിഷം മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ ഇവിടെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്കൂളിൽ അധികം വലിയ സ്കൂളിലോ കോളേജിലോ ഒന്നും വിദ്യാഭ്യാസം അധികം ഇല്ലാത്ത ആളുകളാണ് ഇത് കൈകാര്യം ചെയ്യാനിരിക്കുന്നത്. ട്രഡീഷണലായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ ജ്യോതിഷന്മാരായി മാറുന്നു. പിന്നെ അവർ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ തെറ്റായ വിശ്വാസ പ്രമാണങ്ങൾ അല്ലെങ്കിൽ അവിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസം. അപ്പോൾ ഈ രീതിയിൽ അവരെ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഒരാൾ വന്ന് പ്രത്യേകിച്ചും അധികം പേരും വളരെ എന്താണ് പറഞ്ഞത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ജ്യോതിഷനെ സമീപിക്കുന്നു. അപ്പോൾ ജ്യോതിഷൻ അയാളുടെ യുക്തി അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അയാളുടെ ആഗ്രഹം അനുസരിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളൊക്കെ അങ്ങനെയല്ല, പഠിച്ചവർ ഒരുപാട് പേരുണ്ട്. അപ്പം ശാസ്ത്രീയമായ ഒരു അടിത്തറയുടെ പുറത്താണ് ജ്യോതിഷം. അപ്പോൾ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തെ നമ്മൾ ദൃഢമാക്കാൻ ഉപയോഗിക്കും. ഈ ഭയം എന്ന് പറഞ്ഞത് വലിയൊരു വസ്തുതയാണ്. ജനിപ്പിക്കുന്നത് അത് ഒരു പക്ഷേ വരുമാനം നേടാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗമാണ്. അതെ.
അത് മാത്രമല്ല ഒരാൾ ഫയൽ ചെയ്യുന്ന അയാളുടെ ഫയൽ മാറ്റിയെടുക്കുക, അത് ജ്യോതിഷം ഉപയോഗിക്കും. അതിനായി മന്ത്രവും മന്ത്രവാദങ്ങളും ഈവൻ പൂജകളും ഒക്കെ അതിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മണിച്ചിത്രത്താഴ് സിനിമയിൽ കണ്ട മാതിരി, അപ്പോൾ ഒരാളുടെ ബാധ കൂടിയിരിക്കുന്നതിന് സ്വയം വിശ്വസിച്ചാൽ ആ ബാധ ഒഴിപ്പിക്കാൻ ജ്യോതിഷത്തിന് വളരെയധികം കഴിയും, ഈ പൂജകൾ കഴിയും. അപ്പോൾ അതൊരു വിശ്വാസം, അതിനൊക്കെ ഒരു ശാസ്ത്രീയതയുണ്ട്, ഒരു മാനസികമായ ആത്മീയമായ ഒരു ബലത്തിൽ. ഇപ്പോൾ വൈദ്യശാസ്ത്രം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ശാരീരികമാണത്. അപ്പം ബോഡിയുടെ ശരീരത്തിലുണ്ടാകുന്ന അസന്തുലിതാവസ്ഥ അത് പരിഹരിക്കുക, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതാണ് വൈദ്യശാസ്ത്രം ചെയ്യുന്നത്. പക്ഷേ ജ്യോതിഷം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് വൈകാരികമായ, മാനസികമായ, ആത്മീയമായ തലങ്ങളിൽ എത്തിപ്പെടാൻ ജ്യോതിഷത്തിന് കഴിയുന്നു. അതാണ് പ്രധാനമായിട്ട്. കാരണം ജ്യോതിഷത്തിൻ്റെ ഗ്രഹങ്ങളുടെ അട്രാക്ഷൻ ആണല്ലോ, ഗ്രഹങ്ങൾ ലൈറ്റാണല്ലോ. ഈ അട്രാക്ഷൻ ലൈറ്റും ശാരീരികമായി ബാധിക്കുന്നതിനുപരിയായിട്ട് വൈകാരികമായി നമ്മളെ ബാധിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രൻ തന്നെ ഉണ്ടാകുന്ന ഭ്രമണം കൊണ്ടുണ്ടാകുന്ന നമുക്ക് വേലിയേറ്റവും വേലിയിറക്കും. അപ്പോൾ വേലിയിറക്ക സമയത്ത് നമ്മുടെ ജലം തന്നെ ജലനിരപ്പ് ഉയരുന്നു വേലിയേറ്റത്തിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ചന്ദ്രൻ്റെ ഇത് സ്വാധീനം പോലെ എല്ലാ ഗ്രഹങ്ങളും നവഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നു. അതുപോലെ ഈ ആരൂഢം പറയുക എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഈ പറയുന്നുണ്ട് ജീവഹാനിയെക്കുറിച്ചൊക്കെ അഡ്വാൻസ് ആയിട്ട് ഒരു ജ്യോതിഷിക്ക് പറയാൻ പറ്റും? പറയാൻ പറ്റും. അത് ആരൂഢം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറഞ്ഞാൽ നമ്മളെ ഇപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അപ്പോൾ ഒരു തുമ്പുമില്ലാത്തപ്പം അപ്പോൾ പുള്ളി ഒരു റെഫറൻസ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് തുടങ്ങാറുണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ ഈ ആരൂഢം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകിച്ച് ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എക്സിസ്റ്റിംഗ് രാശി അല്ലെങ്കിൽ ഇത് കൂടാതെ ഒരു പ്രത്യേകിച്ച് റെഫറൻസ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളത് കബഡി നടത്തിയും മറ്റ് പല മാർഗത്തിലൂടെയും ഒരു റെഫറൻസ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. ആ റെഫറൻസ് പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതും ഇതുമായുള്ള കണക്ടിവിറ്റി നോക്കി പറയുന്ന ഒരു പ്രാചീനമായ ഒരു നിലപാടാണത്. പക്ഷേ ശാസ്ത്രീയത്തിൽ ഉപരിയായിട്ട് അത് വിശ്വാസ പ്രമാണങ്ങളാണ്. അപ്പോൾ ആ വിശ്വാസ പ്രമാണങ്ങളും ഈ പറഞ്ഞ ജ്യോതിഷിയുടെ നിഷ്ഠയും അപ്പം ആ സത്യസന്ധതയും ഒക്കെ അതിനെ ഉപകരിക്കും. കാരണം ഒരു കാര്യത്തെ വസ്തുനിഷ്ഠമായിട്ട് നമ്മളെ സ്വാധീനിക്കപ്പെടാതെ നിരൂപിക്കാനുള്ള കഴിവാണ് ജ്യോതിഷം വേണ്ടത്. തീർച്ചയായിട്ടും. പലപ്പോഴും ഈ ജാതകം എഴുതുക, ജാതകത്തിൽ പരാമർശിച്ച പോലെ ഇത്രാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഇങ്ങനെ അത് ചിലതൊക്കെ അതേപോലെയൊക്കെ നടന്നതായിട്ടും പറയുന്നുണ്ട്. ചിലതൊന്നും ഇപ്പോൾ 18ാമത്തെ വയസ്സിൽ മധുസാറിനെ തന്നെ എടുക്കാം അല്ലേ, ജാതകം പറഞ്ഞിട്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ലെജൻഡാണ്. അതെ, അദ്ദേഹത്തിന് വളരെയധികം ഒരു എന്താണ് പറയുക ഞങ്കലപ്പുണ്ടാക്കി ഞാൻ അത് മാറ്റിയെടുത്തത്. അതെ അതെ അതെ. അതെങ്ങനെയായിരുന്നു അത്? അതെന്ന് പറഞ്ഞാൽ ജ്യോതിഷി പ്രവചനം നടത്തുമ്പോൾ അപ്പം പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പ്രവചിക്കും. അപ്പം മരണം ഇത്ര വയസ്സിൽ സംഭവിക്കുന്നു എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം മരണം ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്. അത് മാത്രമല്ല അവിചാരിതമായിട്ട് ആർക്കും നമുക്ക് എപ്പോഴും കടന്നു വരാവുന്നതാണ് മരണം. അപ്പോൾ അതിനെ എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ ജാതകത്തിൽ എഴുതി വയ്ക്കുന്നത് തെറ്റായ ഒരു പ്രവണതയാണ്. അപ്പോൾ ജ്യോതിഷത്തിൽ നമ്മൾ ശാസ്ത്രീയമായി പഠിപ്പിക്കുമ്പോൾ ഡോൺസിൽ പറയുന്ന ഒരു കാര്യമാണ് മരണത്തെപ്പറ്റി നിങ്ങൾ കൃത്യമായിട്ട്. കാരണം ആ ദിവസം മരിക്കണമെന്നില്ല. അപ്പോൾ പോസിറ്റീവായ ഒരു കാര്യം എഴുതി സംഭവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നെഗറ്റീവായി എഴുതി കാര്യം സംഭവിച്ചാൽ ഈ വർഷത്തിന് അല്ലെങ്കിൽ മരിക്കുന്ന വയസ്സിന് മുമ്പ് പല വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾക്ക് ഒരു ആവലാതി ഉണ്ടാകും. അപ്പോൾ ഒരാളിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി മാത്രമാണ് ജ്യോതിഷം ഉപയോഗിക്കുന്നത്. ശാസ്ത്രമായാലും തീർച്ചയായിട്ടും ഇതൊരു പ്രവചനശാസ്ത്രമാകുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ ഏറെക്കുറെ ജനിക്കുന്നു. പ്രത്യേകിച്ച് സിസേറിയനൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് ഒരു കുട്ടിയെ വലിച്ചെടുക്കുകയാണ്. ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ കുട്ടി ചിലപ്പം എന്ന് പറയാൻ ഓമിൽ നിന്നും പുറത്തു വരുന്നു, ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്ന് തലവെളിയിൽ വന്ന് നിൽക്കുന്നു. അപ്പം ജ്യോതിഷപ്രകാരം ആ സമയം തന്നെ ആ കുട്ടിയുടെ ജനനം സംഭവിക്കും. പക്ഷേ ഒരു കുട്ടിയുടെ ജനനം സംഭവിക്കുന്നത് സ്ത്രീയുടെ അണ്ടവും പുരുഷൻ്റെ ബീജവും തമ്മിൽ ഒന്നിച്ച് ചേരുന്ന ദിവസം അല്ലേ? അപ്പം ഒന്നിച്ച് ഇതിനാണ് നമ്മൾ ആദാന ദശ എന്ന് കണക്കൂട്ടാറുണ്ട് എന്നാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രസവത്തിനും പ്രയർ ടു 280 ഡേയ്സിലാണ് ഇത് സംഭവിക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ പറയുന്നത്, കൃത്യമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അത്രയും ജ്യോതിഷത്തിൽ സൂക്ഷ്മമായ ചില പരീക്ഷണങ്ങൾ മാറില്ലേ? അല്ല, അതല്ല, നമ്മൾ പുറത്ത് ഈ കുട്ടി എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഗ്രഹങ്ങളുടെ അട്രാക്ഷനിൽ നിന്നും അത് മറിഞ്ഞിരിക്കും. അപ്പോൾ അട്രാക്ഷൻ പൂർണ്ണമായും വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ഡെലിവറി സമയമാണ്. അപ്പോൾ സാധാരണ നോർമൽ ഡെലിവറി എന്താ സംഭവിക്കുന്നത്? തല ഒന്ന് പുറത്തിരിക്കുമ്പോൾ തന്നെ ജ്യോതിഷത്തിൽ പ്രസവം നടന്നു. പക്ഷേ കുട്ടിയെ വലിച്ചെടുത്തോ അല്ലെങ്കിൽ കുട്ടി ഏതെങ്കിലും രീതിയിൽ പല രീതിയിലായിട്ട് കുട്ടിയെ നമ്മൾ പുറത്തെടുക്കുന്നത് ചിലപ്പോൾ അരമണിക്കൂറോ 5 മിനിറ്റോ 10 മിനിറ്റോ 1 മണിക്കൂറോ 6 മണിക്കൂറോ ഒക്കെ സമയം എടുക്കാറുണ്ട് കുട്ടിയുടെ. അപ്പോൾ പ്രസവത്തിൽ ഈ പറഞ്ഞ കൃത്യതയില്ലായ്മ ജ്യോതിഷി എപ്പോഴും പരിഗണിക്കണം. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രവചിക്കുമ്പോൾ അത് പ്രവചിക്കാൻ പാടില്ല. അവിടെ പിഴവ് സംഭവിക്കാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരാളിനെ പോസിറ്റീവ് ആക്കുക, ഒരാളിനെ പ്രവർത്തി എടുക്കാൻ പ്രേരിപ്പിക്കുന്ന
പോസിറ്റീവായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ജ്യോതിഷം. അതുപോലെ ഈ ജ്യോതിഷികൾ പലപ്പോഴും നമ്മളുടെ ഇപ്പം ഹിന്ദു പുരാണം അനുസരിച്ച് മഹാദേവൻ പോലും പിന്തിരിഞ്ഞോടി ചരിത്രമുണ്ട് അല്ലേ? ജീവിതം മനുഷ്യജീവനാണെങ്കിൽ ജയ അപജയങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ അപജയങ്ങൾ മാറ്റാൻ ഞാൻ ഹോമം ചെയ്താൽ മാറും എന്ന് പറഞ്ഞ് ഒരുപാട് പണമൊക്കെ സ്വീകരിച്ച് ഹോമം നടത്തിയിട്ട് അപജയം മാറ്റാൻ സാധിക്കും ഒരു ജ്യോതിഷിക്ക്? അല്ല, ഒന്നാമതെന്ന് പറഞ്ഞാൽ ഒരു ഭയപ്പെട്ട ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം, എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് സംഭവിക്കാൻ പോകുന്ന സാഹചര്യത്തെ ആ സാഹചര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ, ആ സാഹചര്യത്തെ മാറ്റിയെടുക്കാൻ ഈ പറഞ്ഞ പൂജകളും ഹോമങ്ങളും ഒക്കെ കഴിയും. സൈക്കോളജിക്കൽ ബേസിക്കലി. പിന്നെ അത് മാത്രമല്ല, ഈ ഹോമങ്ങളിലും പൂജകളിലൊക്കെ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, പല സൈസ് ദ്രവ്യങ്ങൾ ഒരു വലിയ ക്ലെൻസിങ് ഉണ്ട്. അപ്പോൾ പുതിയ ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ എനർജി ക്രിയേഷൻ ഉണ്ട്. അതിലൊക്കെ ഏറ്റവും ഉപരിയായിട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു കഷ്ടകാലം വരുന്നു, ആ കഷ്ടകാലത്തിനെ ഈ ഹോമത്തിലും പൂജയിലും കൂടെ നമ്മൾ മാറ്റിയെടുക്കുന്നു എന്ന ചിന്ത തന്നെ അപ്പോൾ ആ ചിന്ത എന്തായാലും മറ്റുള്ളതിനെ പറ്റി നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാത്ത വിഷയം. പക്ഷേ ഈ ചിന്തയിലുണ്ടല്ലോ, അപ്പം നമ്മളൊരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റിവിറ്റി, എനിക്ക് മോശം പ്രതിസന്ധി, എനിക്ക് എന്തെങ്കിലും മോശം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പ്രതിസന്ധിയിൽ നിന്നും ആ ആളിനെ മാനസികമായും ബൗദ്ധികമായും ആത്മീയമായും മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും കഴിയുള്ളൂ. അതെങ്ങനെ കഴിയുള്ളൂ? ആ ഒരു സ്റ്റെപ്പ് അതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ആയില്യം നാളുകാർക്ക് അയൽവക്കത്തുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ചൊവ്വാദോഷമുള്ള സ്ത്രീകൾ, ചിലരെ കണി കാണാൻ കൊള്ളില്ല എന്ന് പറയുന്നത്. അതുപോലെ ഈ കണ്ണെന്ന് പറയും അല്ലേ, ഒരാൾ കണ്ണ് നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇത് അപജയം സംഭവിക്കുമെന്ന് പറയുന്നൊരു സംഭവം, ഇതിനെന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? ഇതിലുള്ള കുറച്ച് ശാസ്ത്രീയത. ഒന്ന് ആയില്യം നാൾ, അത് ജ്യോതിഷശാസ്ത്രം എങ്ങും പറയാത്തൊരു കാര്യമാണ്. അങ്ങനെ ജ്യോതിഷത്തിൻ്റെ ഒരു ശാസ്ത്രത്തിലും ഒരാളുടെ ഇതിന് പല സൈസ് ഹോരാശാസ്ത്രങ്ങൾ നിലനിൽപ്പുണ്ട്. പല ആളുകളുടെ ഹോരകൾ നിൽപ്പുണ്ട്. ഇതിലെങ്ങും പറയുന്നില്ല ആയില്യം അയൽദോഷം ഉണ്ടാക്കുന്നു. അതെങ്ങനെ ഇത് കടന്നുകൂടിയ അന്ധവിശ്വാസം. ജ്യോതിഷത്തിലൂടെ അന്ധവിശ്വാസങ്ങൾ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പറയാത്ത അന്ധവിശ്വാസം കടന്നുകൂടിയിട്ടുണ്ട്. അതിലൊന്നാണ് ആയില്യം. അതിൻ്റെ കഥ അതിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ല. കണ്ണേറ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത് ഒരു മാനസികമായ ഒരു പവറുണ്ട്. അപ്പോൾ ഒരാളിൻ്റെ കണ്ണേറ് അപ്പോൾ ഇഷ്ടപ്പെട്ട് നോക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഈ ദർശനത്തിന് ഒരു വലിയ ഒരു അട്രാക്ഷൻ, ഒരു പവറുണ്ട് സംഭവം. അത് ചിലപ്പം പല സൈസ് സോഫ്റ്റ് ആവുന്നു, ഹാർഡ് ആവുന്നു. അപ്പോൾ അതിയായ ഒരാൾ ഒരു സാധനത്തിനെ മോഹിക്കുമ്പോൾ ആ ഒരു മോഹത്തിലുള്ള നോട്ടത്തിന് ഇതൊക്കെ ശാസ്ത്രമാണ്. ചിന്താശക്തിക്ക് ടെലിപ്പതി ഫോർ എക്സാമ്പിൾ. അതുപോലെ ഈ കണ്ണേറിനുമൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഉണ്ട്, ഒരു ശക്തിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മുൻപേ നടന്നുപോയ ആചാര്യന്മാരൊക്കെ ഹഠയോഗികളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിൻ്റെ ഭാരം ലഘൂകരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ പറന്നു പോകാൻ പറ്റും പറയാറുണ്ട്. അത് ശരിയാണ്. അത് ശ്രീകൃഷ്ണൻ തന്നെ നമ്മുടെ ഭാഗവതത്തിൽ പറയുന്നുള്ളൂ. നമ്മുടെ മധുരാപുരിയിലുണ്ടായിരുന്ന മുഴുവൻ ഗോപന്മാരെയും ഉറങ്ങിക്കിടന്ന ഗോപന്മാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ദ്വാരകാപുരിയിലാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ യോഗികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും തമ്മിൽ യോജിപ്പിക്കുന്നതാണ് യോഗ. അപ്പോൾ ആ യോഗി കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തെക്കുറിച്ച് അപ്പം വളരെ വലിയൊരു വിശേഷമായ ശക്തി നേടുകയാണ് യോഗയിൽ കൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സൊരിടത്ത് പോകുന്നു, ശരീരം വേറെടുത്ത് പോകുന്നു, ആത്മാവ് വേറെടുത്ത് പോകുന്നു. വി കനോട്ട് ക്ലബ് ടുഗദർ. ഈ ക്ലബിങ്, ഇത് ഇതാണ് യുജ് എന്ന് പറയുന്ന വയ്ക്കുന്നതാണ് യോഗ ഉണ്ടായത്. അപ്പോൾ യുജ് എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഈ യോജിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നും ഒന്നായി കഴിഞ്ഞു. അപ്പം ഈ വ്യത്യസ്തമായി ഇത് ദിശയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഈവൻ പഠിക്കുന്നു, ഒരു കാര്യം മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ്, മനസ്സ് വേറെ പോകുന്നു, ചിന്ത വേറെ പോകുന്നു, ബുദ്ധി വേറെ പോകുന്നു. ബോഡി, മൈൻഡ്, ഇൻ്റലക്ട്. അപ്പോൾ BMI സൊല്യൂഷനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനെ ഒന്നിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മീയമായ ശക്തിയിലാണ് പിന്നെ നിൽക്കുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു. ഇത് മൊത്തം മനസ്സിലോട്ട്, ബുദ്ധിയിലോട്ട്, അത് കഴിഞ്ഞ് ആത്മാവിലോട്ട് ആവാഹിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുപോലെ തന്നെ ഈ പുതിയ വീട് ഒക്കെ വയ്ക്കുന്ന സമയത്ത് ഈ വാസ്തു ശരിയല്ലെങ്കിൽ ഗൃഹനാഥൻ മരണപ്പെട്ടു പോകാറുണ്ട് പറയാറുണ്ട്. അല്ല, ഈ മരണപ്പെടുന്നത് അത് കുറച്ച് അന്ധവിശ്വാസമാണ്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ വാസ്തു എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രമാണ്. പഞ്ചഭൂതങ്ങളെ യോജിപ്പിക്കലാണ് ഒന്ന് വാസ്തു. പിന്നെ നമുക്ക് അടുത്തത് ഭൂമിയും വെള്ളവും ജലം, ആകാശവും ലൈറ്റും സ്പേസും ഇതിനെയൊക്കെ ഒന്നിപ്പിക്കുന്നതാണ് വാസ്തു. അതൊരു ശാസ്ത്രമാണ്, പൂർണ്ണമായും ശാസ്ത്രമാണ്. അപ്പോൾ നമുക്ക് ലൈറ്റ്, അപ്പോൾ പ്രത്യേകിച്ച് പ്രിസർവേഷൻ ഓഫ് ലൈറ്റ് ആൻഡ് എയർ ആൻഡ് വാട്ടർ സർക്കുലേഷൻ, എയർ സർക്കുലേഷൻ നടക്കണം, ലൈറ്റ് കിട്ടണം. ലൈറ്റ് ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ? ലൈറ്റാണ് ഊർജ്ജം. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ, സംരക്ഷിക്കുന്ന രീതിയിൽ, ഇതിനെയൊക്കെ നമുക്ക് എത്തിപ്പെടുന്ന രീതിയിൽ, എല്ലാ മുറികളും എത്തിപ്പെടുന്ന രീതിയിൽ വായുസഞ്ചാരവും ക്രമീകരിക്കുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തു. അതൊരു വിശ്വാസമല്ല. ജ്യോതിഷത്തിൽ കുറേ വിശ്വാസങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ വാസ്തു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായൊരു ശാസ്ത്രമാണ്.
പക്ഷേ ശാസ്ത്രത്തെയും ഇതുപോലെ തന്നെ വാസ്തുവിൻ്റെ ഇതൊക്കെ സംഭവം ചെയ്യുന്നത് ഒരാൾ വാസ്തു പഠിക്കേണ്ട എവിടെയാണ് ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണ് വാസ്തു പഠിക്കേണ്ടത്. എലോങ് വിത്ത് കോഴ്സിന് തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് പറയുന്നത് പറഞ്ഞാൽ ഈ പറഞ്ഞ ശാസ്ത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് എഡ്യൂക്കേറ്റഡ് അല്ല. ഇപ്പം നമ്മുടെ കാനന ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദിമ നിവാസികൾ ആചരിച്ചു പോന്നിരുന്ന ക്ഷേത്ര സങ്കല്പങ്ങളാണ്, ശബരിമല അടക്കം. അപ്പോൾ അവിടെ ഒരു സിസ്റ്റമായിട്ട് ഇപ്പം ഗവൺമെൻറ് സംവിധാനങ്ങൾ കൊണ്ടുവന്നു. ഇന്ന് ഒരുപാട് പുതിയ ആചാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കൂടുതലും ബിസിനസ്സിന് വേണ്ടി തന്നെ. അതായത് നമ്മൾ ചവിട്ടിക്കയറുന്ന പടിയെ പൂജിക്കുന്ന പടിപൂജ ഇന്ന് ശബരിമലയിൽ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പടിപൂജയ്ക്ക് കാലങ്ങളോളം ബുക്കിങ്ങും ആയിട്ടുണ്ട്, ലക്ഷങ്ങളാണ് ഫീസ്. പടിയെ പൂജിക്കേണ്ട കാര്യമാണ്. മുകളിലിരിക്കുന്ന ശാസ്താവിനെ പൂജിച്ചാൽ പോരെ? അല്ല, ഈ ശാസ്താവിനെ പൂജിച്ചാൽ മതി. പക്ഷേ പടിയെയും പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ കോൺസെൻട്രേഷൻ കഴിയുമ്പോൾ ആ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു സമീപ പ്രദേശത്തും. അപ്പോൾ ഒരു വിഗ്രഹത്തിലാണ് പ്രധാനമായും ഒരു ശക്തി ഇരിക്കുന്നത്. അപ്പം ലക്ഷക്കണക്കിന് ആളുകൾ ഭക്തി നിർഭരമായി കടന്നു പോയ ഒരു പടി. അപ്പോൾ ആ പടിയിൽ കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഭൂമിയായിട്ട് കണക്റ്റഡാണ് ഈ പടി. അപ്പം ആ പടി എനിക്കൊരു പ്രാധാന്യമുണ്ട്. പടിപൂജ നടത്തിൽ ഉണ്ട്. പക്ഷെ പടിപൂജ മാത്രം തന്നെ കാര്യമില്ല. ഐഡൽ വിഗ്രഹത്തെ പൂജിക്കണം, കാരണം വിഗ്രഹത്തിലാണ് ടോട്ടൽ കോൺസെൻട്രേഷൻ കിട്ടുന്നത്. പക്ഷെ പടിയിൽ ഒരു പുണ്യഭൂമി എന്നൊക്കെ പറയുമല്ലോ. എല്ലാ ഭൂമിയും ഒരുപോലെ കാണുന്നത് ചില സ്ഥലങ്ങൾ പുണ്യസ്ഥലങ്ങളാണ്. അപ്പം നമ്മുടെ തന്നെ പ്രദേശത്ത് എന്നു പറഞ്ഞാൽ എല്ലാ ഒരു വീട് തന്നെ ഇരിക്കുന്നു. വീടിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ കൂടുതൽ ശ്രേഷ്ഠമാണത്. തീർച്ചയായിട്ടും ഈ പുണ്യ പൂങ്കാവനങ്ങൾ എന്ന് പറഞ്ഞാൽ 18 മലകളെ ആരാധിച്ച പോരെ? അതിനകത്ത് വീണ്ടും വിശാലമായിട്ട് പടികൾ കഴിഞ്ഞു വിശാലമായിട്ട് നമ്മൾ ആരാധിക്കണം. പക്ഷേ എന്തുകൊണ്ട് പ്രകൃതിയാണ് ആചരിക്കുന്നത്, സിംബോളിക്കായിട്ട് പടി ആചരിക്കുന്നു ആരാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അവിടെ മുഴുവൻ കോൺക്രീറ്റ് കാടാക്കി മാറ്റുകയാണ് ശബരിമലയിൽ ഉണ്ടായത്. എന്തിനാണ് ഈ ആരാധനാലയങ്ങൾ വ്യവസായ ശാലകളായി മാറുന്നത്, വാണിജ്യ കേന്ദ്രങ്ങളായി മാറുന്നത്? അത് മനുഷ്യൻ്റെ ഒരു ടെൻഡൻസിയാണത്. ഇന്നല്ല, ആദിമകാലം മുതൽ തന്നെ ഈ ടെൻഡൻസികൾ നിലനിന്നിരുന്നു. അപ്പോൾ ഒരാൾക്ക് നമ്മുടെ ഒരു മനസ്സ് അല്ലെങ്കിൽ ഇമോഷൻസ്, വൈകാരികത, അപ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലും അറ്റൈൻ ചെയ്യാനുള്ളൊരു മോഹം ഉണ്ടാവും. ഈ മോഹം എല്ലാ രംഗത്തുള്ളവർക്കും ഉണ്ട്. പൂജാരിമാർക്കും ഉണ്ട്, ദൈവങ്ങൾക്കുണ്ട്, ദേവതകൾക്കുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ആ പ്രോപ്പർട്ടി സ്വാഭാവികമായിട്ട്. പിന്നെ ആളുകളുടെ എണ്ണം കൂടി വരുമ്പം അവിടെ നമുക്ക് പല സൈസ് കൺസ്ട്രക്ഷൻ വേണ്ടി വരും. അപ്പം അത് ഒരു സ്വാഭാവികം സംഭവിക്കുന്നതാണ്. പക്ഷേ അതിനൊക്കെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുന്ന നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോൾ എന്താണ് ദൈവം? എന്താണ് ദൈവം? നമ്മളിലുള്ള ഒരു എനർജിയാണ് ദൈവം. അപ്പം പ്രപഞ്ചത്തിലെ എനർജിയാണ്, നമ്മളിലുള്ള എനർജിയാണ്. ഗോഡ് ഈസ് വിത്തിൻ us. ദൈവം എന്ന് പറഞ്ഞാൽ തത്വമസി അഹം ബ്രഹ്മാസ്മി. നീ അന്വേഷിച്ച് വന്നത് നിന്നിലാണെന്ന് പറയുന്നത്. എല്ലാ വസ്തുക്കളിലും ഇരിക്കുന്ന എല്ലാ വസ്തുക്കളെയും ഉദ്ബോധിപ്പിക്കുന്ന ഒരു പ്രപഞ്ച ശക്തിയാണ് ദൈവം. പ്രപഞ്ചമാകെയുണ്ട്, വിശ്വമാകെയുണ്ട്. അതാണ് ദൈവം. അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ ബ്രഹ്മം, വിശ്വ ബ്രഹ്മമുണ്ട്. അതുപോലെ ഇൻഡിവിജ്വൽ ബ്രഹ്മമുണ്ട്. അപ്പോൾ നമ്മളിലുള്ള ജീവാത്മാവും ഉണ്ട്, പരമാത്മാവും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലയനം, ഇതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ, ഇതാണ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമ്മൾ എല്ലാവരും കണക്റ്റഡാണ്. തീർച്ചയായും. കാരണം വിശ്വാത്മാവ് പരമാത്മാവിനോട് കണക്ട് ചെയ്യാതെ ഒരു ജീവാത്മാവ് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ജീവാത്മാവും പരമാത്മാവും എന്നുള്ള കണക്ഷൻ യഥാർത്ഥത്തിൽ ദൈവം ഈ പറഞ്ഞ ബ്രഹ്മമാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ മാനവസേവയ്ക്ക് വേണ്ടി മാനവസേവ ക്ഷേത്രങ്ങളിലും പള്ളികളിലും തീർത്തും മതി. നമ്മുടെ മുന്നിൽ വരുന്നവന്റെ നിസ്സഹായതയ്ക്ക് സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ മാനവസേവയാണ് ഏറ്റവും വലിയ മാധവസേവ. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദൈവത്തെ സ്നേഹിക്കുക അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറയുന്നവർ ചെയ്യുന്നത്. അപ്പം ദൈവവിശ്വാസികളാകുന്നതോറും കൂടുതൽ എന്താണ് കാരുണ്യ പ്രവർത്തനം നടത്താനും കൂടുതൽ ദാനാധിഷ്ഠമാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പം ദൈവത്തെ പോകുമ്പം ദാനങ്ങൾ ചെയ്യണം. ശബരിമല പോകുന്നു, അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നു, എന്താണ് അവർ ചെയ്യുന്നത്? ഇപ്പോൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പായിട്ടെന്ന് പറഞ്ഞാൽ ആരോടെങ്കിലുള്ള കടം ഉണ്ടെങ്കിൽ കടം വീട്ടിയിട്ട് ഹജ്ജിന് പോകും. അങ്ങനെ പോകാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ മനുഷ്യനെ നന്നാക്കി എടുക്കാനുള്ള ഒരു പ്രവണത, വിശ്വാസ പ്രമാണങ്ങളാണത്. അതെ, നമ്മുടെ മുമ്പിൽ ഈ ഉദാഹരണങ്ങളെല്ലാം കിടപ്പുണ്ട്. എന്നിട്ടും ഇവിടെ മതസ്പർദ്ധയും, ഞാനാണ് ഇന്ന മതത്തിൻ്റെ ആൾ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ജാതിക്കാനാണ്, നീ ഇന്നതാണ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ഇന്ത്യയിൽ ഇന്നും മാറിയിട്ടില്ല. അതെ, തീർച്ചയായിട്ടും. എന്നിലൂടെ മാത്രം, എൻ്റെ വിശ്വാസങ്ങൾ മാത്രമാണ് ശരി ആര് വിശ്വസിച്ചാലും അവിടെ പ്രശ്നമാണത്. അതിനേക്കാളും നമ്മൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഹിന്ദു എന്നൊരു മതമുണ്ടോ? ഹിന്ദു എന്നൊരു മതം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ മതമില്ല എന്നുള്ളത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ നമ്മുടെ സനാതന ധർമ്മ വ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ, അവരൊരിക്കലും സനാതന മതമില്ല. മതവിശ്വാസികളായ ആളുകളായിരുന്നു ഭാരതത്തിൽ നിലനിന്നിരുന്നത്. അവർക്കൊന്നും മതമില്ലായിരുന്നു. അപ്പം ബ്രിട്ടീഷേഴ്സ്
ഇന്ത്യ പല അതിക്രമങ്ങളും ഉണ്ടായി. മുഗളീസ് വന്നു, ബ്രിട്ടീഷേഴ്സ് വന്നു. ഈ അവരുടെ അതിക്രമങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പം അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെ ഭരണം ഏറ്റെടുത്തു. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രദേശങ്ങളുമായി. 1605 ഈ കമ്പനി സ്ഥാപിച്ചത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അവർ അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പല അഡ്മിനിസ്ട്രേറ്റീവ് ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോൾ ആളുകളെ തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യുന്നു, ജാതി വ്യവസ്ഥയിലേക്കാണ് നിന്നിരുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഭാരതത്തിൽ 1838 ഹിന്ദു മതത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതിനു മുമ്പ് മതവും ജാതിയും ഒന്നുമില്ല. ഈ ഹിന്ദു മതം എന്നൊരു മതം നിന്നില്ല. മതവും ജാതിയും അതിന് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന മതങ്ങളാണ് യഥാർത്ഥത്തിൽ സെനറ്റിക് മതം, ജൈന മതം, ബുദ്ധമതം, പിന്നെ ക്രിസ്തു മതം, ഇസ്ലാം മതം, സിഖ് മതം, പാഴ്സി, ഈ പറഞ്ഞ മതങ്ങളെല്ലാം നിലനിന്നിരുന്നു. അപ്പോൾ ഇതൊന്നും അല്ലാത്ത ആളുകൾ നിരവധിയായിരുന്നു. അതായിരുന്നു ഈ പറഞ്ഞ അതിലൊന്നും ഉൾപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ ചേരണമെങ്കിൽ അവരൊരു മതം എഴുതണം എന്നൊരു ഗവൺമെൻറ് ഓർഡർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓർഡർ ഉണ്ടാക്കിയ ഒരു മതമാണ്. കാരണം ഈ മതത്തിൽ നിന്നും പെടാത്തവർ ഹിന്ദു എന്ന് എഴുതണം. അവരെ തിരിച്ചറിയാൻ വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച ബ്രിട്ടീഷുകാർ, പ്രത്യേകിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ത്രൂ ആൻ ഓർഡർ. ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയതുകൊണ്ട് സിൻഡസ് അല്ലെങ്കിൽ ഇൻഡസ്. എന്തായാലും ഇങ്ങനൊരു ടോപ്പിക്ക് നമ്മൾ ഇവിടെ തീരത്തില്ല. പറഞ്ഞു പോയി കഴിഞ്ഞാൽ തീർച്ചയായും അതിന് ഒരുപാട് നിരീശ്വരവാദവും അല്ലേ, ഈശ്വരവാദവും ഒക്കെ തമ്മിൽ ഇടപഴകി കിടക്കുന്ന സാധനമാണ്. അപ്പോൾ എന്തായാലും അത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് രാഷ്ട്രീയ നിരീക്ഷണത്തിലേക്ക് വരാം. നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷണം അങ്ങനെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ്. അതെ. ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ രാജീവ് ഗാന്ധി 5 യൂത്ത് നേതാക്കന്മാരെ പ്രഖ്യാപിച്ചതിൽ ഒരാളും കൂടെയാണ്. ഞാൻ അന്നത്തെ കാലത്ത് കോൺഗ്രസിൻ്റെ ഡൽഹി പ്രദേശ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് ഞാൻ ഭാരവാഹിയാകുമ്പോൾ മൊത്തം 14 പേര് ഭാരവാഹിത്വം. ഓക്കെ. അപ്പോൾ 4 സെക്രട്ടറിമാരിൽ ഒരു സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പോൾ ടോട്ടൽ കമ്മിറ്റികൾ. അപ്പോൾ രാജീവ് ഗാന്ധിയായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ വളരെ സ്നേഹമുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കുന്ന ആളാണ്. അത് അടുപ്പമുണ്ടായിരുന്നു വളരെയധികം. അതുപോലെ KSUവിൻ്റെ സ്റ്റേറ്റ് തലത്തിലൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. രാഷ്ട്രീയത്തിൽ വളരെയധികം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു ബാല്യവും കൗമാരവും യൗവനവുമാണ് എനിക്കുള്ളത് പൊളിറ്റിക്സ്. തീർച്ചയായിട്ടും. പക്ഷേ എന്തുകൊണ്ടും അത്രയേറെ എക്സ്പീരിയൻസ് രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്കും സാമൂഹികമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് അത് നേടുന്നത്. ഇവിടെ അക്കാഡമിക്കലായിട്ട് രാഷ്ട്രീയം പഠിപ്പിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആ രാഷ്ട്രീയ പാർട്ടി പോലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ട്? ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, അപ്പോൾ ജനങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഈ അടിസ്ഥാനപരമായ മൂല്യമൊന്നുമില്ല അതിനകത്ത്. ഒരു പാർട്ടിയും മൂല്യബോധത്തോടെ നിൽക്കുന്ന പാർട്ടിയല്ല. കാരണം മൂല്യം കണ്ടിട്ട് ഒരു പാർട്ടിയിൽ ചേരുകയല്ല ചെയ്യുന്നത്. പാർട്ടിയിലെ ആളുകൾ ഏതെങ്കിലും പാർട്ടി പിളർപ്പിണക്കം കൊണ്ട് മുഖ്യക്കണം ഒരു പാർട്ടി വിട്ട് മറ്റു പാർട്ടി ചേർന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് തലേ ദിവസം വരെ ഒരു പാർട്ടിയിൽ നിന്ന് അവിടെ നിന്ന് വളരെ അധികം പറഞ്ഞ ആൾ പിറ്റേ ദിവസം മണിക്കൂറിലൊക്കെ മാറുകയാണ്. മാറിക്കഴിയുമ്പോൾ പിന്നെ ഇന്നലെ വരെ നിന്ന ആളുകളെ അപ്പം വരെ നിന്ന ആളുകളെ ഭയങ്കരമായിട്ട് കണ്ടില്ലേ പ്രതിരോധിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾക്ക് ഇത്രയേ ഉള്ളൂ. ഒരു എക്സാമ്പിളാണത്. അപ്പോൾ ഇതൊന്നും മൂല്യാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയമല്ല എന്നുള്ളത് ഒരു പാർട്ടിയിലും. അപ്പം അങ്ങനെ ഒരു സാഹചര്യമായിപ്പോയി. ഈ ജനങ്ങൾ കയറിപ്പറ്റുന്നു. പിന്നെ അവരുടെ വിശ്വാസം അനുസരിച്ച്, അവരുടെ ആഗ്രഹങ്ങളനുസരിച്ചിട്ട്, അവരുടെ താല്പര്യങ്ങളനുസരിച്ചിട്ട് രാഷ്ട്രീയത്തിന് അജണ്ട മാറുന്നു. അതാണ് സംഭവിച്ചത്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ രാഷ്ട്രീയത്തിൽ നിന്നും ഈ പറഞ്ഞത് വളരെ സജീവ രാഷ്ട്രീയത്തിൽ പിൻവാങ്ങാൻ കാരണം. എന്നാലും ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ ചൂരും വന്നിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സാഹചര്യത്തിൽ ഇപ്പം EP ജയരാജൻ അടക്കമുള്ളവർ കുറേയധികം കാര്യങ്ങൾ തുറന്നെഴുതിയ പുസ്തകം തന്നെ ഇപ്പം വലിയൊരു വൈറലായിരിക്കുകയാണ് DC ബുക്സിൻ്റെ. അപ്പം പരിപ്പോടെയും കട്ടൻ കാപ്പിയും എന്നിട്ട് ഇത്രയും പുസ്തകം എഴുതി പ്രിൻ്റ് ചെയ്തിട്ട്, പക്ഷേ ഞാനല്ല ഇത് എഴുതിയതെന്ന് പറയുമ്പം ഞാനങ്ങനെ പുസ്തകമേ എഴുതിയിട്ടെന്ന് പറയുന്നത് തൊലിക്കെട്ടി അപാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതിനിപ്പം രണ്ട് കൂട്ടരും കൂടെ ചേർന്നിട്ട് ഈ ബുക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തൊരു നാടകമാണെങ്കിലും. അല്ല, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത നാടകം എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് ഉണ്ടാക്കി ബുക്ക് പബ്ലിഷ് ചെയ്തു. ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ബുക്ക് പ്രിന്റ് ചെയ്തപ്പോൾ ആ ബുക്കിനെ കുറിച്ച് ഒരു റിവ്യൂ അല്ലെങ്കിൽ പ്രിവ്യൂ ഇതിന് വേണ്ടിയിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയെ അവർ അപ്രോച്ച് ചെയ്തു. അത് എനിക്കറിയില്ല, പെയ്ഡാണോ അൺപെയ്ഡാണോ. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഇങ്ങനെ സംഭവിക്കും. കാരണം ബുക്സ് എഴുതുമ്പോൾ പബ്ലിക്കിൻ്റെ ശേഷം മുമ്പ് നമ്മൾ പത്രങ്ങളെ മീഡിയയൊക്കെ കൊടുക്കാറുണ്ട് റിവ്യൂ. അപ്പോൾ അവരുടെ റിവ്യൂ അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നു. ആ റിവ്യൂ ആണ് ഇവിടുത്തെ നമ്മുടെ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തു. ലോക്കൽ മീഡിയ അല്ല, കേരളത്തിലെ മുഴുവൻ മീഡിയകളും ഈ റിപ്പോർട്ട്. കാരണം റിപ്പോർട്ടിനകത്ത് വിവാദപരമായ പല പരാമർശങ്ങളുണ്ട്. പ്രത്യേകിച്ചും പാലക്കാട് കാൻഡിഡേറ്റിനെ പറ്റി പിണറായി വിജയൻ ആദ്യത്തെ സർക്കാരിനെക്കാട്ടിലും മോശമാണ് രണ്ടാമത്തെ സർക്കാർ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കാര്യം വസ്തുതയാണല്ല. പക്ഷേ അദ്ദേഹത്തിന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിനകത്തൊട്ട് അമളി. കാരണം ഈ കൂട്ടത്തിൽ നിൽക്കണമെങ്കിൽ അവരുടെ പ്രഷർ വന്നപ്പോഴാണ് പുള്ളി മാറ്റം പറഞ്ഞാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അല്ലാതെ DC ബുക്സ് സ്വയമായി കയറി ഒരാളുടെ ബുക്ക് അങ്ങ് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ എന്തായാലും DC ബുക്കിനും ഈ പറയുന്ന പരിപ്പോടയും കട്ടൻ ചായയും എന്ന് പറയുന്ന ആ ബുക്കിന് ഒരു പിന്നെ എത്ര കോടി കൊടുത്താലും കിട്ടാത്തൊരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂയിലൂടെ. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയത്തിനെ സംബന്ധിച്ച്, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിട്ട് ഈ ഇപ്പോഴത്തെ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് നടത്തുന്ന തുടർഭരണം ജനങ്ങൾക്ക് മികച്ച നേട്ടങ്ങളാണോ നൽകുന്നത് അതോ കോട്ടമാണോ നൽകുന്നത്? അങ്ങനെ നേട്ടങ്ങൾ നൽകിയതായി ആരെങ്കിലും വിശ്വസിക്കുന്നു ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് അടിസ്ഥാനപരമായി കഴിയുമ്പം ഗവൺമെൻറ് ഇല്ലാത്തൊരവസ്ഥയാണ്, ഒരു ഭരണ വ്യവസ്ഥ നിലനിൽക്കുന്നില്ല. അപ്പം ഈ ഗവൺമെൻറ് പ്രത്യേകിച്ച് പിണറായി മുഖ്യമന്ത്രിയും ഒക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം, അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമായി ഈ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി തന്നെ എന്തെല്ലാം നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ അടിയറവയ്ക്കുന്നു, മരുമകന് വേണ്ടി തന്നെ എന്തെല്ലാം അതൊക്കെ ഒരു വളരെ എല്ലാ മൊത്തത്തിൽ. പിന്നെ ഒരു ഭരണവ്യവസ്ഥ നിലനിൽക്കുന്നില്ല. പോലീസും ഒക്കെ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ അവരുടെ താല്പര്യത്തിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും സ്വജന പക്ഷപാതത്തിന് വേണ്ടിയും ഇതിനെ മാറ്റിയെടുക്കുന്നു. ഇതിൽ ആരാണ് മാറി നിൽക്കുന്നത്? കോൺഗ്രസ് മാറി നിന്നിട്ടുണ്ടോ? ലിമിറ്റ് ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു ലിമിറ്റ്. ഇതിപ്പോൾ എല്ലാ ലിമിറ്റും അധികാരം ദുർവിനിയോഗം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇന്ത്യയിൽ? അധികാരം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ദുർവിനിയോഗം, പക്ഷേ ഇത് കുറച്ച് പൂർണ്ണമായും ദുർവിനിയോഗമാകരുത്. ഇപ്പം പൂർണ്ണമായും ദുർവിനിയോഗം മാത്രം, വിനിയോഗമല്ല ദുർവിനിയോഗം നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും കുറേയധികം മാറ്റങ്ങളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാലം മാറുന്നതനുസരിച്ച് എല്ലാം മാറുമല്ലോ. അപ്പോൾ ഒരു ഗവൺമെന്റിന്റെ സ്വാഭാവികമായിട്ട് ഉണ്ടായി വരും. പ്രത്യേകിച്ച് അപ്പോൾ വ്യക്തികളുടെ പുരോഗതി അനുസരിച്ച് കാര്യങ്ങൾ സംഭവിക്കും. ഭിക്ഷക്കാരില്ലാത്തൊരു കേരളം എന്നുള്ള രീതിയിലേക്ക് കടന്നു വരുന്നുണ്ട്. കാരണം എവിടെ നോക്കിയാലും ഭിക്ഷക്കാരുണ്ടായിരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു വരുന്നത്. അത്തരം ജീവിക്കാൻ നിർവാഹമില്ലാത്തവരൊക്കെ നമ്മൾ ലോട്ടറി ടിക്കറ്റ് കച്ചവടക്കാരായിട്ട് മാറുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഈ ജനങ്ങളുടെ സൗകര്യങ്ങൾ, അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, സാംസ്കാരികമായ ഉയർച്ച ഉണ്ടാകുമ്പോൾ അനുസരിച്ചിട്ട് ഈ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും. അതിനാണ് ആ പുരോഗതിയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഒരു ഭരണകൂടത്തെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ ചേരിതിരിവുകൾ സൃഷ്ടിച്ച് അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഭാഗം അധികാരത്തിലെത്തും, ഏതെങ്കിലും ഒരു ഭാഗം. ആ അധികാരത്തിലെത്തുന്നവരുടെ മനോധർമ്മം അനുസരിച്ചാൽ പിന്നെ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ഈ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെയൊക്കെ ഇടപെടലുകളൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സൈബർ പോരാളികളുണ്ട്. ജനങ്ങളെ ഏത് തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് നേടാനുള്ള സംവിധാനങ്ങളെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ എല്ലാ പാർട്ടികളും ചിന്തിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ഇനിയിപ്പോൾ 2 വർഷത്തിനുള്ളിൽ 1.5 വർഷത്തിനുള്ളിൽ അടുത്ത ഇലക്ഷൻ വരികയാണ് കേരളത്തിനെ സംബന്ധിച്ച്. അതിൽ ആർക്കായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ പറ്റുക? അല്ല, ഇതിപ്പം സ്വാഭാവികമായിട്ടും UDF വരും എന്നാണ് പൊതുവെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ UDF വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ, ഒരു നിരീക്ഷണത്തിലും രമേശ് ചെന്നിത്തലയ്ക്കാണ് വളരെയധികം സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയാൻ കാരണം അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയിൽ പ്രധാനമായിട്ടും 3-4 ലീഡർഷിപ്പിൽ വരാൻ സാധ്യതയുള്ള 4-5 പേര് എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. അദ്ദേഹം ഡൽഹി വിട്ടു വരേണ്ട ആവശ്യമില്ല, പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഒരു കണ്ടന്ററായിരിക്കും ആ സമയത്ത്. പക്ഷേ ഞാൻ കാണുന്ന അനുസരിച്ചിട്ടാണ് രമേശ് ചെന്നിത്തല കൂടുതൽ ആളുകളുമായിട്ട്, അതായത് നേതാക്കളും പ്രവർത്തകരുമായിട്ട് കൂടുതൽ വിശ്വാസത്തിലെടുക്കാനും കൂടുതൽ ആളുകൾ രമേശ് ചെന്നിത്തലയെ വിശ്വസിക്കുകയും ചെയ്യുന്നു. നേതൃത്വ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ ഒരുപാട് പേര് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. പക്ഷേ ഒരു ചെറിയ ധാർഷ്ട്യവും ചെറിയ അതൊക്കെ ഉള്ള ആളാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ VD സതീശൻ. അപ്പോൾ VD സതീശൻ വരുന്നതിനെ ഒരുപാട് പേരെ കോൺഗ്രസ് നേതാക്കൾ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് എനിക്ക് പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. രാഷ്ട്രീയ നിരീക്ഷണമാണ് ജ്യോതിഷപരശാലുള്ള ചിന്തയാണോ? അല്ല, രാഷ്ട്രീയ നിരീക്ഷണമാണ് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞത്. പിന്നെ ജ്യോതിഷപരമായി ചിന്തിച്ചാൽ എനിക്ക് രമേശ് എന്നുള്ള ജാതകം അറിയാം. അദ്ദേഹത്തിന് വളരെയധികം യോഗങ്ങൾ, രാജയോഗങ്ങളുണ്ട്. മഹാപരിവർത്തന യോഗം, 2 പരിവർത്തന യോഗമുണ്ട്. 4 ഗ്രഹങ്ങൾ തമ്മിൽ 2 പരിവർത്തന യോഗമുണ്ട്. അതൊക്കെ റെയറായി കാലമായിട്ടുണ്ടോ? ഉണ്ട്. അത് ജാതകം ജനിച്ചപ്പോൾ മുതലുണ്ട് ഈ പരിവർത്തനം. സമയമായോ? ബുധനും ശുക്രനും ചൊവ്വയും ശനിയും ഇത് പരസ്പരം പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന, രാശി മാറി നിൽക്കുന്ന ഒരു അഭൂതപൂർവമായ ഒരു കോമ്പിനേഷൻ ജാതകത്തിലുണ്ട്. പിന്നെ പല രാജയോഗങ്ങളുണ്ട്. അപ്പം വളരെ ഒരു ശക്തമായ ഒരു ജാതകം, അതൊരു പ്രോമിസിംഗ് ആണ്. ജാതകം എന്ന് പറയുന്നത് ഒരു പ്രോമിസിംഗ് ആണ്. അപ്പം ആ രമേശ് ചെന്നിത്തല ഒരു പ്രോമിസിംഗ് ആയി അതും ഞാൻ കാണുന്നു. അടുത്ത മുഖ്യമന്ത്രിയുടെ രമേശ് ചെന്നിത്തല വരുമെന്നാണ് പ്രഖ്യാപിക്കുന്നത്. എൻ്റെ വിശ്വാസം ജാതകവശാൽ പ്രഖ്യാപിക്കുകയാണ്. ജാതകവശാലും അതെ. പക്ഷേ ജാതകവശാൽ ഞാൻ സതീശിൻ്റെയോ വേണുഗോപാലിൻ്റെയോ ഒന്നും ജാതകം നോക്കിയിട്ടില്ല. അപ്പം എനിക്ക് അറിയുന്നതെന്ന് പറഞ്ഞാൽ രമേശ് എന്നുള്ള ജാതകം മാത്രം അറിയുന്നു. അത് വളരെയധികം പ്രോമിസിംഗ് ആണ്. അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാകും എന്ന് ഞാൻ അടിവരയിട്ട് വിശ്വസിക്കുന്നു. ഓക്കെ.
എന്തായാലും അതൊരു പ്രവചനം ആയിട്ട് തന്നെ നിലകൊള്ളുകയാണ്. മലനാട് ടി വിയിലൂടെ ഇപ്പോൾ ജനലക്ഷങ്ങൾ കേട്ട് കഴിഞ്ഞു. എന്തായാലും അടുത്ത ഇലക്ഷനിൽ നമുക്കത് പരിശോധിക്കാം. തീർച്ചയായിട്ടും. ഇപ്പം ബി അജയകുമാർ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എന്താണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? കാരണം ഇത് ജ്യോതിഷ വിശാരദ പട്ടം നേടിയ ഒരാളാണ്. സാമൂഹ്യമായിട്ട് കുറേയധികം ശിഷ്യഗണങ്ങളൊക്കെ ഉള്ളതാണ്, ശിഷ്യരുള്ളവരാണ്. അതുപോലെ ജ്യോതിർഗമയ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. സമൂഹ വിവാഹം അടക്കം നടത്തിയൊരു സ്ഥാപനമാണത്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പുണ്യപ്രവർത്തനങ്ങൾ, മറ്റുള്ളവർ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത് ഇനിയുള്ള ശിഷ്ടജീവിതം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിയാകാൻ കഴിഞ്ഞാൽ, സന്യാസിയാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാവ്യ കൊടുത്ത് വേഷം കെട്ടി നടക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ ചുരുക്കി, ആഗ്രഹങ്ങളും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ സ്വയം നമ്മളെ എന്താണ് പറഞ്ഞത്, ക്ലെൻസിങ്, നമ്മുടെ വൈകാരികമായ, ബൗദ്ധികമായ, മാനസികമായ ഒരു ശുദ്ധി വരുത്താൻ ആണ് ഞാൻ സത്യത്തിൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ എത്രത്തോളം വരും എന്നുള്ളത് നമ്മളെ ഇതൊക്കെ നമ്മുടെ ഓരോ സമയത്തുള്ളൊരു തോട്ട്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അനുനിമിഷങ്ങളെ ഈ ചിന്താശേഷി നമ്മളെ പല ആഗ്രഹങ്ങളോട് നമ്മളെ വ്യാപരിപ്പിക്കുന്നു. അപ്പോൾ ആഗ്രഹങ്ങളില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആഗ്രഹമില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേരണം, അതും ഒരു ആഗ്രഹമാണ്. അതാണ് അൾട്ടിമേറ്റ്ലി എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും. എന്തായാലും ആ ആഗ്രഹ സാഫല്യത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ജ്യോതിർഗമയ ആ ഒരു വാക്ക് പറയുന്നത് പോലെ തന്നെ ലോകത്തിന് പ്രകാശം നൽകി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോട്ടെ. പ്രകാശം പരത്തട്ടെ.